എന്താണ് സെക്ഷൻ 498A? സെക്ഷൻ 498A ഓഫ് IPC പറയുന്നത് എന്തെന്നാൽ, ഒരു സ്ത്രീയുടെ ഭർത്താവോ അവരുടെ ബന്ധുക്കളോ ആ സ്ത്രീയെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കുകയാണെങ്കിൽ അവർക്ക് 3 വർഷം വരെ തടവ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സിനിമ റിവ്യൂ പറയാൻ വന്നവൻ എന്തിനാ സെക്ഷൻ പറഞ്ഞ് കളിക്കുന്നത്? കാരണം ആഭ്യന്തര കുറ്റവാളി എന്ന ഈ ഒരു സിനിമയിൽ ഇത്തരം ഒരു സിറ്റുവേഷനിലൂടെയാണ് സിനിമയുടെ കഥയുടെ പോക്ക്. സോ നമുക്ക് പുരുഷന്മാർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നാല്, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സിനിമ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. സോ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് സേതുനാഥ് പത്മകുമാർ എന്ന് പറഞ്ഞ ഒരു പുതുമുഖ സംവിധായകനാണ്. സോ ഒരു പുതുമുഖ സംവിധായകന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു ഫ്ലോയോ കാര്യങ്ങളോ, അതായത് ഒരു പുതുമുഖ സംവിധായകൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നും ഈ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം വളരെയധികം എൻജോയബിൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല രീതിയിൽ ഒരു ഒഴുക്കുള്ള ഒരു സിനിമയാണ്. ആഭ്യന്തര കുറ്റവാളി എന്ന ഈ ഒരു സിനിമയിൽ ആസിഫ് അലി അവതരിപ്പിച്ചിട്ടുള്ള സഹദേവൻ എന്ന ഒരു ക്യാരക്ടർ, ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി മാത്രം, അതായത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന കുറച്ച് നിയമങ്ങൾ, ആ നിയമങ്ങൾ എങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്ത് പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തെയും മനസമാധാനത്തെയും നഷ്ടപ്പെടുത്തുന്നു, എങ്ങനെ അത് എഫക്ട് ചെയ്യുന്നു എന്നൊക്കെ കാണിച്ചു തരുന്നത്. അതായത് എങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന പുരുഷന്മാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഈ ഒരു ക്യാരക്ടർ നിലകൊണ്ടിട്ടുള്ളത്. ആസിഫ് അലി എപ്പോഴത്തെയും പോലെ തന്നെ ഈ ഒരു ക്യാരക്ടറെ വളരെ നല്ല രീതിയിൽ തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ആനന്ദ് മന്മഥൻ എന്ന ഒരു ക്യാരക്ടർ അസീസ് നെടുമങ്ങാട്, അപ്കമിങ് ടെറർ അസീസ് നെടുമങ്ങാട്, ഇവർ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ സീൻസുകളെല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം ഇവർ തമ്മിലുള്ള കോമഡി സീൻസ് ആണെങ്കിലും സന്ദർഭോചിതമായിട്ടുള്ള കൗണ്ടേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിനൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്. കൂടാതെ ഇതൊരു സോഷ്യലി കമ്മിറ്റ്മെന്റ് ഉള്ള, വളരെ നല്ല രീതിയിൽ സോഷ്യലി കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സിനിമയാണ്. എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, സിദ്ധാർത്ഥ് ഭരതൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ കുറച്ച് സ്ക്രീൻ ടൈം മാത്രമേ ഒരു ക്യാരക്ടറിനുള്ളൂ. പക്ഷേ ആ ഒരു കുറഞ്ഞ സ്ക്രീൻ ടൈമിൽ തന്നെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ ഒരു ഇമ്പാക്ട്, ആ ഒരു ക്യാരക്ടറിന്റെ ഇമ്പാക്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് ഭയങ്കര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു സിദ്ധാർത്ഥ് ഭരതൻ കാഴ്ചവെച്ചിട്ടുള്ളത്. കൂടാതെ കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകളെയൊക്കെ ഈ ഒരു സിനിമയിൽ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാനോ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അതായത് സീരിയസ് ആയിട്ട് എടുക്കാനോ ആർക്കും താല്പര്യമില്ല. എല്ലാവരും സ്ത്രീകളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും, അത് വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ ഈ ഒരു നിയമങ്ങൾ, സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പല രീതിയിലും ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഒരു നിയമങ്ങൾ കൊണ്ട് തന്നെ പാവപ്പെട്ട പല പുരുഷന്മാരും ജയിലിനുള്ളിലും വിവാഹമോചനം തേടി നടക്കുന്ന സമയത്ത് അതിന്റെ അരിമണി കൊടുക്കേണ്ടി വരുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഈ ഒരു സിനിമ ഇങ്ങനെ സ്ത്രീകളുടെ സൈഡ് മാത്രം കേട്ട് ആ ഒരു തീരുമാനത്തിൽ പുരുഷന്മാരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമൂഹത്തിന് ഒരു ഐ ഓപ്പണർ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ നിങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന അമ്മാവനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വിവാഹം കഴിഞ്ഞ കൂട്ടുകാരനോ ഈ ഒരു സിനിമ തീർച്ചയായും നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ബൈ.